മൈൻഡ് കൺട്രോളിൻ്റെ മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഇത്തവണ അവതരിപ്പിക്കുന്നത്. ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ്. ഇത് കഴിഞ്ഞ 2 ടെക്നിക്കുകളെക്കാട്ടും കുറച്ച് ടഫാണ്. ഇതിലെല്ലാവരും വിജയിക്കണമെന്ന് യാതൊരു ഉറപ്പും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല ഫോക്കസും എനർജിയും വിശ്വാസവും ഉണ്ടെങ്കിൽ ഇതും നിഷ്പ്രയാസം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റും. നിങ്ങൾക്കിതിൽ ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ പറ്റും. ഇതിൽ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുക, റോഡിലൂടെ നടക്കുമല്ലോ. റോഡിലൂടെ നടക്കുമ്പോൾ ആരെങ്കിലും പിന്നിൽ നമ്മൾ നടക്കും, അവരെ ഫോളോ ചെയ്യുക. നമ്മൾ ഫോളോ ചെയ്യുന്നത് തൊട്ടടുത്തൊന്നും പോയി ഫോളോ ചെയ്യരുത്. ജസ്റ്റ് ഒരു ഡിസ്റ്റൻസിൽ വേണം നമ്മൾ ഈ വ്യക്തിയെ ഫോളോ ചെയ്യുക. നമുക്ക് ആ വ്യക്തി നല്ല ഹെൽത്തി ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കാണുമ്പം തന്നെ ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ഫീലുള്ള ചില വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു റാപ്പോ ഉള്ള പോലെ കാണുമ്പോൾ ചിലരോട് നമുക്ക് പെട്ടെന്നൊരു താല്പര്യം പോലെ ശരി ഈ വ്യക്തിയോട് നമുക്കിതൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വ്യക്തികളെ സെലക്ട് ചെയ്ത ശേഷം അവരുടെ പിന്നാലെ, അവർ മുന്നിൽ പോകുന്നു, നിങ്ങൾ പിന്നാലെ അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, തൊട്ടടുത്ത ബസ്സോ വണ്ടികളോ എല്ലാം ഉണ്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ഫോക്കസ് ഈ വ്യക്തിയിലായിരിക്കണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തി എങ്ങനെയൊക്കെ കയ്യും കാലും എല്ലാം അനക്കുന്നു അതിൻ്റെ ഒരു ചെറിയൊരു സട്ടിൽ രൂപത്തിൽ നിങ്ങൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഒരു മിററിങ് പോലെ നിങ്ങൾ അയാൾ എന്താ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ബാക്ക് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അയാൾ ഒരിക്കലും കാണുന്നുമില്ല. അതായത് അയാൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് തല തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ബാക്കിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തല തിരിക്കും. അയാൾ മുടിയൊന്ന് വെറുതെ ഒതുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതുപോലെ തന്നെ മുടിയൊന്ന് ഒതുക്കാൻ ശ്രമിക്കുക. അങ്ങനെ അയാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ കുറച്ച് റിപ്പീറ്റേഷൻ ആകുമ്പോൾ ഇത് കുറച്ച് ക്ഷമ വേണം. കാരണം നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റെങ്കിലും ചിലപ്പോൾ ഈ പ്രോസസ്സിന് എടുക്കും. അത് കുറച്ചും കൂടി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 3 മിനിറ്റ്സിനും 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ആവാം. എങ്കിലും നിങ്ങൾ ആദ്യം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് വെച്ചിട്ട് വേണം ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യുക. അതായത് നമ്മളെ ബോഡിയും അയാളുടെ ബോഡിയും ഒരു പ്രത്യേക രീതിയിൽ അലൈൻമെൻറ്റിലാണ് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ ഫോക്കസ് ചെയ്തവരെ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി അവരുടെ ചലനങ്ങളെ നമ്മൾ മിറർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റായിട്ട് അതേ ജസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മളായിട്ടുള്ളൊരു എനർജി മൂവ്മെൻറ്റ് കുറച്ചും കൂടി ഓക്കെയാണ്, സിൻക്രണൈസ്ഡ് ആണെന്ന് നമുക്ക് തോന്നുന്ന സമയം നമ്മൾ ചെറുങ്ങനെ നമ്മൾ ചില പുതിയ ആക്ഷൻസ് ഉണ്ടാക്കും. അതായത് നമ്മൾ കൈ ചിലപ്പം മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ലെഫ്റ്റോ റൈറ്റിലോ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. പിന്നീട് ഇദ്ദേഹത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും ഇയാൾ മെല്ലെ നമ്മളുടെ ചലനങ്ങൾ കോപ്പി ചെയ്യുന്നതായിട്ട് കാണാം. ഇതിൻ്റെ എക്സ്ട്രീം ലെവൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ചാടുകയോ ചെയ്യുന്നത്. ചാടുമ്പോൾ അയാളും അറിയാണ്ട് എന്തിനാ ചാടുന്നത് അയാളും ചാടും. പക്ഷെ ചാടുമ്പോൾ ശ്രദ്ധിക്കണം, റോഡാണ്, സേഫായിട്ടുള്ള ഒരു ഏരിയ ആണ്, വണ്ടികളൊന്നും ഇല്ല എന്ന ടൈമിൽ മാത്രമേ നിങ്ങൾ ഇത് അറ്റംപ്റ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ചാടുമ്പോൾ അയാൾ ചാടണം എന്നില്ല. ചിലപ്പോൾ അയാൾ ആ മൂവ്മെൻ്റ് അവിടെ സ്റ്റോപ്പാക്കി നിന്നിട്ട് എന്തോ ഒരു കൺഫ്യൂഷനുള്ള പോലെ കാണിക്കും. ഓക്കെ, ഇതും വിജയമായിട്ട് തന്നെ നിങ്ങൾക്ക് പോകും. 3-ാമത്തെ എപ്പിസോഡ് എൻജോയ് ചെയ്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായിട്ട് എനിക്കൊന്ന് അയക്കണം. ഓക്കെ, ഇനിയും മറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. താങ്ക് യു സോ മച്ച്.